നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. നമ്മളൊപ്പം വിഷ്ണു ഉണ്ട്. നമസ്കാരം സർ, നമസ്കാരം. ആദ്യത്തെ ചോദ്യം, ഫെഡും ഇൻട്രസ്റ്റ് റേറ്റിനെ കൂട്ടും എന്ന് വിചാരിക്കുന്നു സർ. ഇതുപോലെ RBI ഇൻട്രസ്റ്റ് റേറ്റിനെ കൂട്ടുമെന്ന് എതിർനോക്കുന്നു. ഇൻഫ്ലേഷൻ ഏറിക്കൊണ്ടേയിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സർ? ഡെഫിനറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കയറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നു അല്ലേ സർ? അവരെന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇപ്പൊ തന്നെ ഞാൻ ആദ്യത്തെ പ്ലേ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പൊ തന്നെ ട്രംപ് പൊസിഷൻ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ തന്നെ പദവിക്ക് ഉടനെ ദ്രോഹം ചെയ്യരുത്, വൺ ടൈം എൻജോയ് ചെയ്യട്ട്, ഇനിയും നോക്ക് ഇൻഫ്ലേഷൻ എല്ലാം കയറിയില്ല ട്രംപ് എന്ന് പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ കയറിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, പോയ 3 കൊല്ലമായിട്ട് ഇതിൻ്റെ ആവറേജിനെ കാട്ടിൽ മുകളിലിരിക്കുന്നു, എൻട്രൻസ് ചെയ്യാൻ വിടൂല എന്ന് പറഞ്ഞു തീർത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്ന വെച്ചാൽ ഇനിയൊരു 25 ബേസിസ് പോയിന്റ്, അതായത് 0.25% കയറ്റുമെന്ന് പറയുന്നു. ഇത് കാരണമാണ് ഇന്ന് അമേരിക്ക മാർക്കറ്റ് മൊത്തം ഇറങ്ങിയിരിക്കുന്നത്. FA വിട്ടു, നിങ്ങൾ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഹാർഡ് ആൻഡ് മണീനെ എടുത്ത് ആ വെളിയിൽ പോകണമെങ്കിൽ എന്ന് പറയുന്നു. നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങളെ കാശിനെ അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് ഫ്രൈഡേ ഈവനിങ്. ഇത് കാരണമാണ് നിസ്സാരം മാർക്കറ്റ് വിഴുന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കെവിൻ മാഷ് പറഞ്ഞ ഉടനെ അന്ന് അവിടെ അടി വാങ്ങി. ഇവിടെ നിങ്ങൾ ആൾക്കാരൊക്കെ ചെക്കുമ്പായിട്ട് തൂക്കി വെച്ചാലും എല്ലാ ആക്സിഡൻസിലും ഷെയർ ചെയ്ത കാരണം നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങളെ കൈവിട്ടു. ഒരു ലെവലിന് മാത്രമല്ലേ സർ നമ്മൾ ക്ഷമിക്കാൻ പറ്റും? യാരിടാ നിങ്ങളെ കാശാണ്. അതായത് ഇപ്പം എന്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശങ്കർ സർവനായിൽ പറയുന്നത് പോലെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഇത് പറയുന്നത് സിസ്റ്റമാറ്റിക് വെൽത്ത് ട്രാൻസ്ഫർ നടക്കും. ഈ ക്ലാസ് എടുത്ത് ഒരുപാട് കാശിരിക്കുന്നു. മിഡിൽ ക്ലാസ് സർ. അതെ, ഇത് വന്നിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വെള്ളക്കാരായിരിക്കും, ഫോറിനേഴ്സിനും അറബ്സിനും പിന്നെ ഇന്ത്യൻ പ്രൊമോട്ടേഴ്സിനും ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പ്ലാൻ ഇട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്, അതാണ് നിങ്ങളെ സിസ്റ്റമാറ്റിക് വെൽത്ത് ട്രാൻസ്ഫർ പ്ലാൻ. എന്നിട്ട് SWP വിത്ഡ്രാവൽ, സിസ്റ്റമാറ്റിക് വിത്ഡ്രാവൽ പ്ലാൻ അല്ല, സിസ്റ്റമാറ്റിക് വെൽത്ത് ട്രാൻസ്ഫർ പ്ലാൻ. ഇപ്പൊ ഗോൾഡ് പ്രൈസ് വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഞങ്ങൾ കയറ്റും എന്ന് പറഞ്ഞതിന് തന്നെ ഈ ഗോൾഡ് പ്രൈസ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റുന്ന സൈക്കിൾ എപ്പോ സ്റ്റാർട്ട് ആവും, എത്രയും ദൂരം ഇറങ്ങാൻ്റെ പോസിബിലിറ്റീസ് ഉണ്ടാവും. കേറൂല എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കി. കേറൂല, പ്രാവശ്യം കയറ്റും. അതായത് ഞാൻ പറയുന്നത് ഗോൾഡ് പ്രൈസ് ഇപ്പൊ കേറൂല എന്നതും ഞങ്ങൾ മനസ്സിലാക്കാം. JP മോർഗൻ കയറുമെന്ന് പറയുന്നു. എന്താണ് പ്രോബ്ലം എന്നാൽ വാഷിൽ വന്നിട്ട് ഏത് സൈഡ് കുതിക്കും എന്ന് അറിയാൻ പറ്റുന്നില്ല. ട്രംപ് ഒരേ ബൾട്ടി അടിച്ച് എന്ത് പറഞ്ഞാൽ കയ്യെഴുത്തിടുമെന്ന് പറഞ്ഞ് കയ്യെഴുത്തിട്ടിരിക്കുന്നു. അൻകാരെ ഒന്ന് സ്വിറ്റ്സർലാൻഡിൽ വന്ന് കയ്യെഴുത്തിടൂല. ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഡോളറിൽ $3 വരില്ലെങ്കിൽ ഇൻഫ്ലേഷൻ പടപട എന്ന് കയറും. ഇൻഫ്ലേഷൻ അങ്ങനെ കയറുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണം. കാരണം സ്വർണം വന്ന് $3,700 വരയ്ക്കും എത്തേണ്ട പോസിബിലിറ്റീസ് കൂടുതലാണ്. അതായത് ഒരു ഔൺസിന് ടൈം ഡ്യൂറേഷൻ ഇരിക്കുന്ന സർ, അതൊക്കെ പറയാൻ പറ്റില്ല. ഏറ്റനുസരിച്ചിരിക്കുന്നു. ട്രംപ് ഇടായത് കത്തുവാണെങ്കിൽ ഒന്നും പറയാൻ പറ്റൂല. ഇനി ട്രംപ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. കത്തിയാലും മെഡ്രാസ് ഭാഷയിൽ പറഞ്ഞ ചുമ്മാ കത്തിക്കൊണ്ടേയിരിക്കുന്നു, അവിടെ വിട് എന്ന് പറഞ്ഞിട്ട് പോകും. അവർ ചെയ്യേണ്ട കാര്യത്തിൽ നിർത്തിയായിട്ട് അവർ ചെയ്യും. നവംബറിൽ ഇതുപോലെ ട്രെൻഡ് കണ്ടിന്യൂ ആയെങ്കിൽ അവർ ലേം ടെക് പ്രസിഡന്റ് ആയിട്ട് മാറും. എന്നിട്ടും അവരെ കൺട്രോളിലിരിക്കൂല, കോൺഗ്രസും അവരെ കൺട്രോളിലിരിക്കൂല. ഉമ്മ കൊലച്ചുകൊണ്ടേയിരിക്കും. കൊലച്ചു ട്രംപ് വർഷത്തിന് അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുത്തിരിക്കുന്നു. താഴ്കൂടെ എന്നെ തൂക്കാൻ പറ്റൂല, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നതുപോലെയാണ് സംസാരിക്കുന്നത്. നവംബർ മാസം വരയ്ക്കും ശരിപ്പോ എന്ന് വിട്ടുകൊണ്ട് നവംബറിന്റെ ശേഷം ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റും, ഗോൾഡ് കുറയാൻ തുടങ്ങും അല്ലേ? ഡെഫിനറ്റായിട്ട് കുറയും. അപ്പൊ സർ 2027 സ്വർണത്തിന്റെ വില കുറയും. അത് രൂപയിൽ എന്താവും എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അവിടെ വീഴുന്ന ഇവിടെ വീണല്ലേ സർ? അങ്ങനെ അല്ല, ഞങ്ങൾ 8 മണിക്കൊന്ന് ഡ്യൂട്ടി ഇടുമല്ലോ, രൂപയെ വിളാൻ വിടുമല്ലോ. വാങ്ങി വെച്ചവർക്ക് വളരെ ജോലി, വാങ്ങി വെച്ചവർക്ക് ജോലി. ഇപ്പൊ ഗോൾഡ് ബീസ് എടുക്കാമായിൽ ഞങ്ങൾ നോക്കുന്നു സർ. ഗോൾഡ് ബീസ് എടുക്കാം. ഹാക്കി ടൈം ഗോൾഡ് ബീസിന്, ഗോൾഡ് ബീസിനും ഇപ്പൊ ഹാക്കി സമയമാണ് സർ. അങ്ങനെ നോക്കുമ്പോൾ ഈ IT കമ്പനീസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് സർ. നമ്മൾ വിചാരിക്കാത്ത അത്രയും തോളമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി കുറച്ച് വിലാണ്ട സർ, നിങ്ങൾ ചോദിച്ചത് 20p താഴെ വരട്ടെ എന്ന്. 10p താഴെ വരും. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇത് 12-13 എന്നാണ് വന്ന് നിൽക്കുന്നത്. കൂടെ വരാല്ലേ? അപ്പൊ നോക്കാം സർ. ഒരുപാട് ഇങ്ങനെ നമ്മള് വിചാരിച്ചാൽ എങ്ങനെയാണ് സർ? അല്ല പറഞ്ഞതാണ് ഞാൻ ഇപ്പൊ തിരികെ ചോദിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് അവരെ ജോലി ചെയ്യുമല്ലേ, അവർ സറണ്ടർ ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല. PF ഇരുന്ന് കാശ് എടുക്കുമെന്ന് പറയുന്നു. ശമ്പളത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് ഞാരെ കൊടുമെന്ന് പറയുന്നു. മജറങ്ങൾ കൊടുക്കുന്നത്
ജനങ്ങളിങ്ങനെ കാശിന് ചെലവ് ചെയ്യാൻ റെഡിയായിരിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ പറയാൻ പറ്റും ഹോക്കിനെടുന്ന്. സാർ ഇപ്പൊ IT കമ്പനീസ് വീഴുന്നതിന്റെ കാരണം ആവരാ സാർ കാരണം? പ്രോഫിറ്റിലിരിക്കുന്നു, ഹാപ്പിയായി എടുത്തോണ്ട് പോകുന്നു. പ്രൊമോട്ടർ വിൽക്കുന്നു. വിപ്രോ വിറ്റില്ല. പ്രൊമോട്ടറിനെ പ്രഷറായിട്ട് അത് വിൽക്കുന്നു. വിപ്രോ വീഴുന്നതിന്റെ കാരണം പ്രൊമോട്ടർ വിൽക്കുന്നില്ല. ഈ ഫിലിം ഏത് പ്രൊമോട്ടറും വിറ്റില്ല. TCSനെ ടാറ്റാ സൺസ് വിറ്റില്ല. അപ്പൊ എന്താണ് അർത്ഥം? അഡ്വാൻറ്റേജ് കിട്ടോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇന്നും വരും. കുറേ ദിവസത്തിൽ ഇന്നും അത് വരും. ഇങ്ങനെ തന്നെ സർ പോയ ആഴ്ചയിൽ ട്രംപ് ബൽത്തി അടിക്കും സൈൻ ഇടില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ അങ്ങനെ ഇല്ലായിരുന്നല്ലോ ഇന്ന് സാർ. സൈൻ ഇട്ടില്ല. അവർ ഇട്ടിരിക്കുന്നു, പക്ഷേ ഇട്ടില്ല. ഇപ്പൊ തിരികെ ന്യൂക്ലിയർ ബോംബിന് തനിയെ സംസാരിക്കും എന്ന് പറയുന്നല്ലേ. റിപ്പബ്ലിക്ക് മരട്ടിയ കാരണം 60 ദിവസത്തിൽ ബോംബ് ഇടുവാണെങ്കിൽ ആ മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വന്ന് $100 ബില്യൺ എന്ത് പറയുന്നെന്ന് ഇറാനിലുള്ളത് വെച്ചാൽ ഇറാനിന് 300 ബില്യൺ ഒക്കെ ഞാൻ കൊടുക്കൂല, അങ്ങനൊക്കെ ഞാൻ പറഞ്ഞില്ല എന്നല്ലേ സർ ട്രംപ് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വേറെ എഴുതിയിരിക്കുന്നു ഈ ഗൾഫിനെ കൂടെ എന്ന് അത് പറയും. ഫേക്ക് ന്യൂസ് എന്നാണ് അതിൽ ഇട്ടിരിക്കുന്നത്. അതായത് കയ്യിൽ തിട്ട് നമ്മളൊക്കെ നോക്കിയിരിക്കും. ഇത്ര താ എന്ന് പറയും. ഒമാനെയും പിന്നെ താ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ നോക്കും. അപ്പൊ ഈ ഡീൽ എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒന്നും നടക്കേണ്ട പോസിബിലിറ്റീസ് അല്ല. അപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് എണ്ണ മാത്രം കുറച്ച് വെളിയിൽ വന്ന് ചീപ്പാ കിട്ടേണ്ട പോസിബിലിറ്റീസ് അതിലുണ്ട്. അത്രയും തന്നെ. അത് A1 A2 കിട്ടും. നീ കറക്റ്റായ വിലയെ തന്നെ കിട്ടണം. നമ്മൾ ഒരു എക്സ്ട്രാ 5 രൂപ ഇടാമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. റെസ്ട്രിക്ഷൻ വേറെ ഈ SME MSMEക്കൊക്കെ റെസ്ട്രിക്ഷൻ വേറെ ഇരിക്കുന്നു. ജൂലൈയിൽ വന്ന് സ്ഥലത്തിൽ 200 ലിറ്ററിന് മുകളിൽ ഇടാൻ പറ്റൂല. റെസ്ട്രിക്ഷൻ ലിസ്റ്റ് ചെയ്യാൻ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. A1 A2 എത്ര വർഷമായിട്ട് കഷ്ടപ്പെടുന്നു. ഒരു 3 മാസം സാർ. A1 വന്നിട്ട് പാവം അവരെ മോന് കല്യാണ നിശ്ചയ ദിവസം കൊണ്ട് ഇപ്പോൾ കഷ്ടത്തിലാണ് ഇരിക്കുന്നത്. എക്സ്ട്രാ തന്നെ കഴിക്കാൻ വിടുവാണെങ്കിൽ കുറഞ്ഞാൽ പോവും. സാർ അങ്ങനെയെങ്കിൽ കല്യാണമേ ചെയ്തിരിക്കരുത് സാർ. ഓക്കെ സാർ, ഈ ഹീറോ മോട്ടോർ കാർപ്പ് വന്ന് ഹാർലി ഡേവിഡ്സന്റെ ഒപ്പം ഞങ്ങളെ പാർട്ണർഷിപ്പിനെ ഇന്നും ഡീപ്പൻ ആക്കാൻ പോകുന്നു എന്ന് പറയുന്നു. കാതൽ ജ്യോതിയെ കയറ്റി വെച്ചു. ഇപ്പം അവളും നോക്കി ഇവനും നോക്കി. ശരി കല്യാണം ചെയ്യാമെന്നത് ചെയ്തു. എന്ന് വെച്ചാൽ ഈ സൂപ്പർ ബൈക്കിൽ ഏതെങ്കിലും ഒന്ന് വേണം. ബജാജ് പടുബോയ് പഴാവേണ്ട ചെയ്തു. EVS ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആർഡൻ തലയിൽ വാങ്ങി. നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞ് ഇനിയെങ്കിലും തലയിൽ കെട്ടണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ട് സോ ഈ ഹാർലി ഡേവിഡ്സന്റെ കോ ഡെവലപ്മെന്റിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫിനാൻസിലുമാണ് അവർ സീന്. കോ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ഇരുന്ന് അസംബിൾ ചെയ്തുകൊണ്ട് അത് തന്നെ ഹാർലി ഡേവിഡ്സൺ എന്ന് പറഞ്ഞ് വെക്കുവാണെങ്കിൽ നിനക്ക് അതേ എക്സ്പോർട്ടും ചെയ്യാം എന്നൊരു ഐഡിയ ഇട്ടിരിക്കുന്നു. നല്ല ഐഡിയ ആണ്. നമ്മൾ ചീപ്പ് അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നു. ചീപ്പായ സാർ ഇരിക്കുന്നു. 17 സാർ ഇരിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ എവിടെ ഈ കോമ്പറ്റീഷൻ വരും എന്നാ ഹാർലി ഡേവിഡ്സൺ വാങ്ങാനാ അല്ല റോയൽ എൻഫീൽഡ് വാങ്ങാനാ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ കണ്ണം മൂടിക്കൊണ്ട് ഹാർലി ഡേവിഡ്സൺ എന്ന് പറയും. അതാണ് അവരുടെ പേര് ഹീറോ. ഞാൻ റോയൽ എൻഫീൽഡും വച്ചിരിക്കുന്നു. അതിന്റെ മെയിൻ്റനൻസ് നോക്കുവാണെങ്കിൽ കാറിന് ഈക്വലന്റ് ആയിരിക്കുന്നു. ഈ ഓപ്ഷനെക്കാട്ടിൽ ബെറ്റർ ഹാർലി ഡേവിഡ്സൺ എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ചൂസ് ചെയ്യാം. എന്ത് പാടാ നീ ഒരു ഹാർലി ഡേവിഡ്സൺ ഒരു പവർ ബുള്ളറ്റ് എല്ലാം വെച്ചിരിക്കും. ഇല്ല സർ, ഞാൻ ഒരു ഇൻവെസ്റ്ററാ. ഒരു വണ്ടി ഓട്ടുന്ന ആൾക്കാരെ മൈൻഡ് സെറ്റ് എങ്ങനെ ഇരിക്കും എന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ശരി പിന്നെ ഹാർലി ഡേവിഡ്സൺ ആണ് ബെറ്റർ. തന്നെ ഇരിക്കുന്നു. പക്ഷെ രണ്ടുപേരും കോമ്പറ്റീഷനിൽ ഇറങ്ങും. അതാണ് ഞാൻ ചോദിക്കുന്നത് സർ. നന്നായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പൊ വന്നിട്ട് ഈ ഷെയർ എങ്ങനെയാണ് മാറുന്നത് പോലെ ഇരിക്കുന്നത് സർ? അത് നോക്കണം. ഇതുവരെയ്ക്കും ഇന്ത്യയിൽ എൻഫീൽഡിനെ ആരെ കൊണ്ടും കാലിയാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറയണത് വേറെ. നോക്കി അങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് പിന്നെ സംസാരിക്കും. ഇലക്ട്രിക് വെഹിക്കിൾ പേരെന്താ ഫ്ലൈങ് ഫ്ലീ എന്നൊന്നും ഉണ്ടല്ലേ? ഉറപ്പായിട്ടുണ്ട് സാർ. അത് ഞാൻ ഇന്ന് രാവിലെ കൂടെ ഞാൻ ഓഫീസ് വർണ്ണവളിയിൽ കണ്ടായിരുന്നു. എന്നെ ക്രോസ് ചെയ്ത് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. അവർ സൈക്കിൾ പോലെയാണ് ഇരിക്കുന്നു. ഇതാ പോകുന്നു, എല്ലാം ഓക്കെയാ. നോക്കിയാൽ ഒരു ബുള്ളറ്റ് ഇലക്ട്രിക് ബൈക്ക് പോലെ ഒന്നും ഇല്ല. ഇന്നൊരു മാർക്കറ്റ് അത് ഇലക്ട്രിക് ബുള്ളറ്റ് ബൈക്കിനും അതുപോലെയാണ്. ഡെഫിനറ്റായിട്ട് വരും. ഇലക്ട്രിക് ബുള്ളറ്റ് ബൈക്കും വരും. ഹാർലി ഡേവിഡ്സണും ചെയ്യും, ബജാജും ചെയ്യും. ഇതിൻ്റെ ഒരു ബിഗ് ആറ്റൽ ഇന്നും വന്നില്ല. 800 ഗൊറില്ല ഇന്നും വെളിയിലാണ് ഇരിക്കുന്നത്. ഈ 2 വീലറിൽ ഇലക്ട്രിക്കൽ ചെയ്യാൻ ഗൊറില്ല ചെയ്യാൻ ഈ ആയിക്കൊണ്ടിരിക്കുന്നേ അല്ലാതെ ഗൊറില്ല ഇന്നും ലോഞ്ച് ചെയ്തില്ല. ലോഞ്ച് ചെയ്തതിൻ്റെ ശേഷം എല്ലാവർക്കും ഇവിടെ ബെൻഡ് കളറും. ആരാണ് സാർ ഇത്? സൗത്ത് കൊറിയ ഹോണ്ട കമ്പനി ഹോണ്ട. ഹോണ്ട വരാൻ നമ്മൾ കാത്തിരിക്കാം. എന്തൊക്കെയോ ഇത്തരം സർ ഈ 3 ഷെയർ പറഞ്ഞായിരുന്നു. ബജാജ്, ഹീറോ ആൻഡ് ഈഷ. സോ ഇത് മൂന്നിൽ സാറിൻ്റെ ഒപ്പീനിയൻ എന്താണ്? എനിക്ക് ബജാജ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ടു കോസ്റ്റ്ലി. ഇപ്പൊ ചീപ്പായിരിക്കുന്നത് ഹോണ്ട. നീ പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ സാർ ഹീറോ മോട്ടോഴ്സ് ആണ് ഹോണ്ട. എന്താ വെച്ചാൽ ഒരു കാലത്തിൽ ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. താൻ എന്റെ ഫയൽ ഹോണ്ട എന്ന് വരുവാണെങ്കിൽ അത് ഹീറോ മോട്ടോഴ്സ് ആണ്. ഓക്കെ സാർ, ഇന്ന് 90s ഇരിക്കുന്നു. താങ്ക് യു സർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശ എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.